ഹലോ ഫ്രണ്ട്സ്, ഡെയിലി ലൈഫ് ഡയറീസ് ബാഷിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ UAE ട്രിപ്പിൻ്റെ ഡേ 6 ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ 2 സ്ഥലത്താണ് പോയത്. ഈ ഒരു ദിവസം ദുബായിലുള്ള ഗ്രീൻ പ്ലാനറ്റിലും അതുപോലെ പാം ജുമേറയും കാണാനായിട്ടാണ് പോയത്. അപ്പോൾ ഇത് ഒരു പാർട്ട് 1 ആണ്. കാരണം ഈ ഒരു വീഡിയോ തന്നെ ഭയങ്കര ലെങ്തിയാണ്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും ഭയങ്കര ലെങ്തായിപ്പോവും. അതുകൊണ്ട് 2 പാർട്ടായിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ ലേറ്റായിട്ട് ഇടുന്നതെന്ന് പറയുന്നത് ഭയങ്കര തിരക്കാണ്. ജോലിയും വീട്ടിലെ കാര്യങ്ങളൊക്കെ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോസൊക്കെ ലേറ്റായിട്ട് എഡിറ്റ് ചെയ്തിടുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ദുബായ് തന്നെയുള്ള ഒരു ഗ്രീൻ പ്ലാനറ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇതൊരു ഇൻഡോർ സൂ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലൊരു റെയിൻ ഫോറസ്റ്റും ആണ്. അപ്പോൾ ദുബായിൽ തന്നെ ഭയങ്കര പോപ്പുലറായിട്ടുള്ളൊരു റെയിൻ ഫോറസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഗ്രീൻ പ്ലാനറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ബ്രദറും ഹസ്ബൻഡും കൂടിയാണ് ഈ ഒരു പ്ലേസിൽ കാണാൻ വന്നത്. അപ്പോൾ എൻ്റെ ബ്രദറാണ് ഈ ഒരു പ്ലേസ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ദുബായിൽ വന്നു കഴിയുമ്പോഴത്തേട്ടും അവൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഒരുമിച്ച് കറങ്ങാൻ ഇങ്ങനെ പോകുന്ന പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ അവനാണ് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞത് നമുക്കിങ്ങനെ ഗ്രീൻ പ്ലാനറ്റിൽ പോകുന്നവനാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലല്ല ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് ഇങ്ങനെ റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ് കണ്ടു. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു അട്രാക്ഷനായി പോകാനായിട്ട്. കാരണം ഞാൻ ഇതുവരെ അങ്ങനെ റെയിൻ ഫോറസ്റ്റിലൊന്നും പോയിട്ടില്ല. ഇപ്പോൾ ഞാനാണ് ഒത്തിരി സൂവിലും അതുപോലെ ബേർഡ്സിൻ്റെ മാത്രമുള്ള പ്ലേസുകളൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ബേർഡ്സിനെ ആനിമൽസിനെ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഇവിടെയും മെയിനായിട്ടും ബേർഡ്സ് ആനിമൽസാണ് ഉള്ളത്. പക്ഷേ എന്നാൽ ഇത് റെയിൻ ഫോറസ്റ്റ് മോഡലാണ്. അപ്പോൾ റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഇങ്ങനെ ഞാനിതുവരെ പോയിട്ടില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷനായിരുന്നു പോകാനായിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ എൻട്രൻസിലോട്ട് അകത്തേട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് 3000 ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സും ആനിമൽസും ബേർഡ്സൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒത്തിരി വെറൈറ്റി ഉള്ള ബേർഡ്സ് ഉണ്ട്, ആനിമൽസും ഉണ്ട്, റെപ്റ്റൈൽസും ഉണ്ട്, എല്ലാ ടൈപ്പുള്ള മൃഗങ്ങളും എല്ലാ ടൈപ്പും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് കുറേ പല കളറിലുള്ള ഫ്രോഗുകളെയും പിന്നെ ഫിഷുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഇത് മാത്രമല്ല, ഫിഷുകളുണ്ട്, ആമയുണ്ട്, അതുപോലെ തന്നെ സ്നേക്സ്, അതുപോലെ ഫ്രോഗ്, പ്ലാന്റ്സ്, അങ്ങനെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. പല തരത്തിലുള്ള ബേർഡ്സും ഒക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആക്ച്വലി ഷാർജയിൽ ഒരു സൂവിൽ പോയതാണ്. അതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടായിരുന്നു. അപ്പോൾ ഇവിടെയും മൃഗങ്ങളും പക്ഷികളും തന്നെയാണ് ഉള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഇതൊന്നും ഒന്ന് റെയിൻ ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ ഒരു റെയിൻ ഫോറസ്റ്റ് സെറ്റപ്പ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇവർ ആർട്ടിഫിഷ്യലായിട്ട് റെയിൻ ഉണ്ടാക്കും. അപ്പോൾ റെയിൻ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇവർ ആ ആർട്ടിഫിഷ്യലി റെയിൻ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ അവിടെ നിൽക്കാൻ നല്ല രസമാണ്. അവിടെ ആ ഒരു ടൈമിൽ ആ മഴ അവർ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ പക്ഷികൾക്കെല്ലാം ബേർഡ്സിനുള്ള ആനിമൽസിനെല്ലാം അതറിയാം. കാരണം ഇവർ ഇന്നും ചെയ്യുന്ന കാരണം ഈ ആനിമൽസിനും ബേർഡ്സിനും എല്ലാം അതറിയാം. അപ്പോൾ അവരൊരു പ്രത്യേക സൗണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രസമാണ് അവിടെ നിന്നത് കാണാനും ആ ഒരു മഴ കാണാനും. അപ്പോൾ ആ സമയത്ത് ഈ പക്ഷികളെല്ലാം കൂടെ ഉണ്ടാക്കുന്ന സൗണ്ട് കേൾക്കാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഒത്തിരി വ്യത്യസ്തങ്ങളായ ബേർഡ്സിനെയും ആനിമൽസിനെയും അതുപോലെ റെപ്റ്റൈൽസിനൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞാൽ സ്കിപ്പ് ചെയ്ത വീഡിയോ മുഴുവനായിട്ട് കാണുക. ഞാൻ ഇങ്ങനെ നല്ല അയച്ചു കിട്ടി പറഞ്ഞു
ഇഷ്ടമായിട്ടോ അത് ജീവൻ കളിക്കുന്നുണ്ട്. ജീവൻ ഇഷ്ടമായി. കളിക്കടാ. ആ അങ്ങോട്ട് നോക്കൂടെ 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 ഇത് വിളിച്ചേ. ആർട്ടിഫിഷ്യൽ മഴ. പക്ഷികൾ പോലും കാണാൻ പറ്റില്ല. പക്ഷികൾ മൂടി പോവുക. വീടൊക്കെ ഉണ്ടോ?
hello? Okay, wait. പിന്നെ ഇവിടെ കണ്ട എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ പല കളറുള്ള ഫ്രോഗുകളാണ്. യെല്ലോ, ഗ്രീൻ, ബ്ലൂ അങ്ങനെ പല നിറത്തിലുള്ള ഫ്രോഗുകൾ ഇവിടെ കാണാമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പല നിറത്തിലുള്ള ഫ്രോക്സിനെ കാണുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതവും കൗതുകമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ നിങ്ങളാണെങ്കിൽ ഇതുപോലെ പല കളറിലുള്ള ഫ്രോഗുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബേബി പൈത്തൺ. ആ, കാർപ്പറ്റ് പൈത്തൺ. അപ്പോൾ സാധാരണ ഒരു സൂവിനോടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഓരോ ലെവലായിട്ടാണ്. സാധാരണ ഒരു സൂ ഒക്കെ ഒറ്റ ഏരിയ ഉള്ളൂ. ഇതിൽ ഓരോ ലെവൽ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പോയത് നൈറ്റ് ക്രീച്ചേഴ്സിനെ കാണാനായിട്ടാണ്. ഇപ്പോൾ ഇവിടെയാണ് ദുബായിലെ ആദ്യത്തെ അനാക്കോണ്ടയൊക്കെ ഉള്ളത് ഇവിടെയാണ്. അപ്പോൾ ദുബായിലെ ഫസ്റ്റ് അനാക്കോണ്ട എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നൈറ്റ് ക്രീച്ചേഴ്സ് ആയതുകൊണ്ട് നമുക്കിവിടെ ഫ്ലാഷ് അടിക്കാനൊന്നും നമുക്ക് അനുവാദമില്ല. വീഡിയോ എടുക്കാനായിട്ടും ഫോട്ടോ എടുക്കാനൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫ്ലാഷ് ഓഫ് ചെയ്ത് മാത്രമേ, ഫോണിൻ്റെ ഫ്ലാഷ് ഓഫ് ചെയ്ത് മാത്രമേ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ അലൗഡ് ഉള്ളൂ. അതല്ലാതെ നമുക്ക് ഫോട്ടോ എടുക്കേണ്ട സാധിക്കത്തില്ല.
ഇല്ലടാ അത് നമ്മൾ കയറി വന്നിടത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നേരെ അവർ ഷോപ്പിലോട്ടാണ്. അപ്പോൾ ഞാനൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങാനായിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ എവിടെ ചെന്നാലും ഫ്രിഡ്ജ് മാഗ്നറ്റുകളും സുവനീറുകളൊക്കെ കളക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റീവിനും ഒരു ചെറിയ സ്നേക്കിൻ്റെ ഒരു റബ്ബർ സ്നേക്ക് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഫൈനലി പിന്നെ തിരിച്ചു പോവാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഗ്രീൻ പ്ലാനറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ അതൊരു ഉച്ചയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ ഒരു ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പോൾ ദുബായിൽ അതിനുള്ള കാലിക്കറ്റ് പാരഗണിൽ പോയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഞാനൊരു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഫുഡെല്ലാം കഴിച്ച് നേരെ പാം ജുമറായിട്ടാണ് പോയത്. അപ്പോൾ പാം ജുമറയുടെ വീഡിയോ അടുത്ത പാട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ മറക്കാതെ കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.